ഹായ് ഹലോ. നമ്മൾ പലതരം തോരനുകൾ കഴിക്കാറുണ്ട് അല്ലേ? തോരൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു വെറൈറ്റി തോരനാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്നും അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ഇതിന് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. തെങ്ങെല്ലാം നമ്മൾ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ തെങ്ങും പൂക്കൊലുണ്ടല്ലോ അതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇതുപോലെ കുഞ്ഞു ഓല കിട്ടുകയെ തെങ്ങിൻ്റെ കൂമ്പ് എന്നാണ് പറയാം, ഞങ്ങളുടെ അവിടെ പറയാം. ഇതിനെന്താ പറയുക എന്നുള്ളത് ഒന്ന് കമൻ്റായി കൂടെ ഒന്ന് അറിയിക്കണേ. ഇത് നമുക്ക് എപ്പോഴൊന്നും കിട്ടില്ല കേട്ടോ. തെങ്ങ് മുറിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പറഞ്ഞു എന്ന് വെച്ചാൽ തെങ്ങിൻ്റെ ഏറ്റവും നെറുകു ഭാഗമില്ലേ അവിടെ രണ്ടായി പിളർന്നിട്ട് അതിനകത്തു നിന്നാണ് ഇത് എടുത്തു തരുന്നത്. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. ഒരു ലൈറ്റ് മധുരമൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കണേ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2-3 വെളുത്തുള്ളി, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, ഒരൽപ്പം മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ചെറുജീരകം ചേർക്കുന്നുണ്ട്. ഇനി വെള്ളം ചേർക്കാതെ ഇതൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുക് പൊട്ടിക്കാം. കൂടെ തന്നെ 2 വറ്റൽമുളക്, ചെറിയുള്ളി അരിഞ്ഞതാണ്, കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഈ വഴറ്റിയെടുത്തതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നാളികേര കൂട്ടുണ്ടല്ലോ ഇതുകൂടി ഇട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ നാളികേരത്തിലുള്ള വെള്ളത്തിൻ്റെ അംശം മുഴുവനായിട്ടും ഒന്ന് പോയി കിട്ടണം കേട്ടോ. എന്നിട്ടാണ് നമ്മളിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തെങ്ങിൻ്റെ കൂമ്പ്, അതായത് കുഞ്ഞോല, അത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട്. വെള്ളം ഒട്ടും ചേർക്കരുത്. ഇത് ആവിയിൽ തന്നെ നമ്മളൊന്ന് വെന്ത് കിട്ടണം. തീ കുറച്ച് വെച്ച് വേണം കേട്ടോ നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലയെന്ന് വെച്ചാൽ പെട്ടെന്നൊന്ന് കരിഞ്ഞു പോകുകയും. നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് നല്ലപോലെ മിക്സ് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം ഒരല്പം ഉപ്പ് ചേർക്കുക. അതിനുശേഷം നമ്മളിത് പാതി വെന്ത് കഴിയുന്ന സമയത്താണ് ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട്. നമ്മൾ തുടക്കത്തിൽ ചേർത്തു എന്ന് വെച്ചാലുണ്ടല്ലോ ഉപ്പ് കഴിക്കുകയും അതായത് കൂടുതലായി പോകും. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കണേ. ഇത് വേണമെങ്കിൽ നമ്മളൊരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വേവിക്കാം കേട്ടോ. അടച്ച് വെക്കുന്ന സമയത്ത് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതിന് അധികം വേവില്ല കേട്ടോ. വേവ് വളരെ കുറവാണ്. നല്ല ചൂട് കഞ്ഞിൻ്റെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തോരനാണിത്. ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിത് കിട്ടിയെന്ന് വെച്ചാൽ പച്ചയ്ക്ക് തിന്നാനാണ് എല്ലാവരും കൂടുതൽ നോക്കാറ്. ആരും തോരൻ വെച്ച് കഴിക്കാറില്ല. നമ്മുടെ പറമ്പിൽ 2-3 തെങ്ങ് മുറിച്ചായിരുന്നു. ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഇത്. അപ്പോൾ വീടുകളിൽ ഇതുപോലെ തെങ്ങ് മുറിക്കുകയാണെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞാൽ തന്നെ അവർ നമുക്കിത് എടുത്തു തരും. കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒരിക്കലെങ്കിലും തോരൻ വെച്ച് കഴിക്കണേ. ഇത് അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി തെങ്ങും കൂമ്പ് വെച്ചിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. വീണ്ടും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യാനും അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റായി അറിയിക്കാൻ കൂടി മറക്കല്ലേ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ കറികളുടെയും 4 മണി പലഹാരങ്ങളുടെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.